വല്ലാണ്ട് വൈകുമെന്ന് വെച്ചാ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കണം. കരീമിനോട് പറഞ്ഞാ മതി. തിരിച്ചു വരുമ്പോ തരപ്പെട്ട ജോണിന്റെ വീട്ടിലൊന്ന് കയറണം. പാസ്പോർട്ട് ഓഫീസിലെ കാര്യങ്ങളാ. എപ്പോഴാ ഇതൊക്കെ എഴുതി കുത്തി കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. സമയം കിട്ടിയാ കയറാം. താനിങ്ങനെ ഈ പടി കയറി ഇറങ്ങി നടക്കണ്ട. മോളിൽ പോയി കിടന്നോളൂ. ആഹാ, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? ഈ പടികൾ മുഴുവൻ കയറി ഇറങ്ങി വഞ്ചിയിൽ പോണ്ടേ അക്കരയ്ക്ക്. മുത്തശ്ശി മോള് പോയി റെസ്റ്റ് എടുത്തോളൂ. കുഞ്ഞുണ്ണി അങ്ങളിനെയും കൂട്ടി ഞാൻ പോയിക്കോളാം. അത് പറ്റില്ല. മുത്തച്ഛൻ പോലും അറിയാണ്ട് ഞാൻ മനസ്സിൽ നേർന്നതാ. അതിന്റെ ഫലം ഉടനെ ഉണ്ടായില്ലേ? ഇല്ലെങ്കി നിന്റെ മുത്തച്ഛൻ ഇങ്ങനെ ഒരു മനമാറ്റം ഉണ്ടാവും തോന്നുന്നുണ്ടോ നിനക്ക്? നമുക്ക് പോയിട്ട് ഉടനെ തിരിച്ചു വരാം. മോള് വേഗം ഒരുങ്ങും. ഈശ്വര, ഇതാരാ ഇത്? അസുഖാണെന്ന് കേട്ടപ്പോ അക്കരയ്ക്കൊന്ന് ഇറങ്ങണം നിരീച്ചതാ. ഒത്തില്ല. ഇപ്പൊ എങ്ങനെയാ, ഭേദായോ? അല്ല, ഭേദായില്ലാച്ച പുഴകടന്ന് എങ്ങനെയാ ഇക്കരയ്ക്ക് വരിക? എന്തൊരു ചോദ്യാണല്ലേ. ആട്ടെ, എന്താ വഴിപാട്? പുഷ്പാഞ്ജലി. നാളും പേരും പറഞ്ഞോളൂ. പതിവ് പോലെ തന്നെ. പിന്നെ 2 പുഷ്പാഞ്ജലി പ്രത്യേകം വേണം. ആയിക്കോട്ടെ. രാജലക്ഷ്മി, മകൻ നക്ഷത്രം. രാജന്റെ മോളാ. അച്ഛനറിയും, പറഞ്ഞാ മതി. പിന്നെ രാജകുമാരൻ തമ്പി, പൂരം നക്ഷത്രം. മോളുടെ പുറകെ മൂപ്പരുങ്ങി എത്തിയോ? ഇല്ല, എത്തും. എന്റെ പ്രാർത്ഥന ദേവി കേട്ടു തിരുമേനി. ഉള്ളുരുകി പ്രാർത്ഥിച്ചാ പിന്നെ കേക്കാണ്ടിരിക്കുവോ? ഇതൊന്നും പോരാട്ടോ, ഒരു ലക്ഷാർച്ചന നടത്തണം. കോടി അർച്ചന നടത്താൻ തിരുമേനി. അവനൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. തൊഴുതോളൂ കുട്ടി. എല്ലാവർക്കും നല്ലത് വരുത്തണേന്ന് മനസ്സിരുത്തി പ്രാർത്ഥിച്ചോളൂ. പ്രത്യക്ഷയുള്ള ദേവിയാ. കടത്ത് പൂട്ടുമ്പോ അഹമ്മദുണ്ണി ഇക്കരയ്ക്ക് വന്നോളൂ. കുട്ടികൾക്ക് കുറച്ച് പഴമാങ്ങ തന്നയക്കാം. ഓ ഈശ്വര. ആ, എവിടാ പറഞ്ഞു നിർത്തിയേ? വെള്ളപ്പൊക്കം. ആ, അപ്പൊ ഭയങ്കര വെള്ളപ്പൊക്കാ. എനിക്കന്ന് 13 വയസ്സേ ഉള്ളൂ. കല്യാണമെന്ന് കേട്ടപ്പോ വലിയ സന്തോഷായിരുന്നു. കസവ് പുടവയൊക്കെ ഉടുത്ത് പൂവൊക്കെ ചൂടി നടക്കാലോ. പക്ഷെ തറവാട് വിട്ട് ഈ മീശക്കാരന്റെ കൂടെ പോരാന്നറിഞ്ഞപ്പോ പേടിയായി. അന്ന് മുത്തശ്ശനെ കാണാൻ എങ്ങനെയാ? സുന്ദരനായിരുന്നോ? അതൊന്നും എനിക്കറിയില്ല കുട്ടി. കളിച്ചു നടക്കണ പ്രായമല്ലേ. എന്നിട്ടെന്താ, നാദസ്വരത്തിന്റെയും തകിലിന്റെയും മേളം മുറുകിയപ്പോ ഞാൻ ഓടി പത്തായപ്പുരയെ കേറി. മുഹൂർത്തായപ്പോ പെണ്ണില്ല. ആളുകൾ തപ്പോട് തപ്പ്. ഒടുവില് ഞങ്ങളുടെ കാര്യസ്ഥം പണിക്കരമ്മാവും വന്ന് പത്തായപ്പുരയുടെ വാതില് തുറന്നു. ഞാൻ എന്ത് ചെയ്തു? പഴക്കുല കെട്ടിത്തൂക്കണ ചാക്കില്ലേ, അതഴിച്ച് തലവഴി അങ്ങോട്ട് മൂടി. പുള്ളിക്കാരൻ നോക്കുമ്പോ മൂലയ്ക്ക് ഒരു ചാക്കിരുന്ന് വിറയ്ക്കണു. പുള്ളിക്കാരൻ പേടിച്ച് ഓ എന്റെ അമ്മോന്നൊരു നിലവിളി, ചക്ക വെട്ടിയിട്ട പോലൊരു വീഴ്ച.
ആ ഇതെന്തോ ഒരു തിരക്കാ എന്റെ കുഞ്ഞിനെ പാസ്പോർട്ട് ഓഫീസില്. ഭാഗ്യത്തിന് എന്റെ കൂടെ പഠിച്ചൊരു കക്ഷിയുടെ മകൻ ഇപ്പൊ അവിടുത്തെ ഓഫീസറാ. അയാളെ ഏൽപ്പിച്ചു കൊള്ളാസൊക്കെ നമ്മൾ കൊണ്ടുവച്ചു. അതെ, ആ സുഭദ്രാമ്മ ഒന്ന് ബോധം കിട്ടു. ഗോവേണി കയറ്റണ്ടെന്ന് വെച്ചിട്ട് രാജിക്കുഞ്ഞിന്റെ മുറിയിലെ കിടത്തിരിക്കണേ. ഡോക്ടർ അകത്തുണ്ട്. താൻ പാസ്പോർട്ട് ഓഫീസിൽ പോയിരുന്നു അല്ലേ? ഉവ്വ്. ഇനി ഒരു യാത്രയെ പറ്റി ആലോചിക്കാതിരിക്കുക നല്ലത്. വളരെ വീക്കാണ്, മോശമായിട്ടാ വരണേ. താൻ പരിഭ്രമിക്കണ്ട. ഡോക്ടർ ബാലകൃഷ്ണനെ വിവരം അറിയിച്ചിട്ടുണ്ട്. നാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. അവിടെയാണെങ്കിൽ ഓക്സിജൻ കൊടുക്കാനോ അത്യാവശ്യം എന്തെങ്കിലും ചെയ്യാനോ ഉള്ള സൗകര്യങ്ങളുണ്ടല്ലോ. രാജനെ വിവരം അറിയിക്കണം. ഉടനെ പുറപ്പെട്ടു വരാൻ പറയണം. ഇനിയും താമസിച്ചാൽ ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രാശ്ചിത്തം ചെയ്യാൻ അവസരം കിട്ടിയില്ലെന്ന് വരും. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോ മുത്തശ്ശി അധികകാലം നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്ന് മനസ്സ് പറയണു. എവിടൊക്കെയോ പട്ടികൾ ഓലിയിടണു. മുത്തശ്ശിനെ പേടിയാവുന്നു മോളെ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവള് പോവോ? മോള് നാളെ തന്നെ കുഞ്ഞുണ്ണിയും കുട്ടി ജോളിനെ കാണണം. അച്ഛനെ ഫോണിൽ വിളിക്കണം. ഉടനെ പുറപ്പെട്ടു വരാൻ പറയണം. എന്താ എന്താ മോളെ? ഞാൻ ഡാഡിയെ വിളിക്കില്ല. അതെന്താ? ഞാൻ വിളിച്ച ഡാഡി വരില്ല. അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിന്നോട്? ഞാൻ വിളിച്ചാലോ? വരില്ല. ഞാൻ വിളിച്ചാൽ എന്റെ മോൻ വരില്ല എന്ന് പറയാൻ നീ ആരാ? മുത്തച്ഛൻ എന്താ വിചാരിച്ചേക്കണേ എന്റെ ഡാഡിയെ പറ്റി? വിളിച്ച വരുന്ന സമയമൊക്കെ കഴിഞ്ഞു. അവന്റെ അമ്മ ഇങ്ങനെ ഒരു അവശ നിലയിലാണെന്ന് പറഞ്ഞാൽ അവൻ വരില്ലേ? അവശ നിലയോ? അവരാരെ ഈ ഗതിയിലാക്കിയത്? മുത്തച്ഛനല്ലേ? സ്വന്തം പിടിവാശിയ മുത്തച്ഛന് വലുത്. ഇതിനിടെ കിടന്ന് ഞെരുങ്ങുന്ന സാധുക്കളെ പറ്റി മുത്തച്ഛൻ ഓർത്തോ? അവരുടെ മനസ്സിന്റെ വേദന മുത്തച്ഛൻ അറിഞ്ഞോ? പഴയ നാടുവാഴിയുടെ കാലത്താ മുത്തച്ഛൻ ഇപ്പോഴും ജീവിക്കണേ. സ്വന്തം ലോകം, സ്വന്തം ഇഷ്ടം, സ്വന്തം നിയമങ്ങൾ. ആരെങ്കിലും തടസ്സം നിന്നാൽ അവരെ ചവിട്ടി തള്ളും. അങ്ങനെയല്ല എന്റെ ഡാഡി പുറത്തായത്. ഇപ്പഴെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നല്? മകനെ കാണാണ്ട് കണ്ണടഞ്ഞ മുത്തശ്ശിയുടെ ആത്മാവ് ഒരിക്കലും മാപ്പ് തരില്ലെന്ന് മുത്തശ്ശൻ അറിയാം. ആ പേടിയുണ്ടാ. വെറും സ്വാർത്ഥത, അല്ലാതെ മകനോടുള്ള സ്നേഹമൊന്നുമല്ല. ഇപ്പോഴും ഒരു ശത്രുവിനെ പോലെയല്ലേ എന്റെ ഡാഡി മുത്തശ്ശൻ കാണുന്നത്. സ്നേഹിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? ഭരിച്ചിട്ടല്ലേ ഉള്ളൂ. എന്നിട്ട് ഇപ്പൊ വിളിക്കണോ അത്ര? വരില്ല, എന്റെ ഡാഡി ഒരിക്കലും വരില്ല.
അവിടെ നിൽക്ക്. എന്താ നീ പറഞ്ഞത്? എന്റെ മകനെ ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്നോ? പഴഞ്ചനാണ്, സ്വാർത്ഥനാണ്, തന്നിഷ്ടക്കാരനാണ്. അതൊക്കെ ഞാൻ സഹിക്കും. എന്റെ കുഞ്ഞിനോട് എനിക്ക് സ്നേഹമില്ലെന്ന് മാത്രം പറയരുത്. ഇത് കണ്ടോ? ഇത് മുഴുവൻ ഞാൻ എന്റെ പൊന്നുമോൻ എഴുതിയ കത്തുകളാ. കണ്ണീര് വീണ് മഷി മാഞ്ഞ പാടുകളുണ്ടതില്. പലവട്ടം അയക്കാൻ ഒരുങ്ങിയതാ. പക്ഷേ ഒരു കത്ത്, ഒരു കുറിപ്പ്, 2 വരി അവൻ ആദ്യം അയക്കട്ടെ എന്ന് ഞാൻ ആശിച്ചു. ഞാനല്ലേ അവന്റെ അച്ഛൻ. എന്റെ മുമ്പിലും തലകുനിച്ചു എന്ന് വെച്ചിട്ട് അവൻ എന്താ നഷ്ടപ്പെടാനുള്ളത്? ആദ്യം വന്ന ദിവസം നീ ഒരു ക്ഷണക്കത്തെടുത്ത് നീട്ടിക്കാണിച്ചില്ലേ? അങ്ങനെയെങ്കിലും ഒരു മറ നീങ്ങട്ടെ എന്ന് വെച്ച് ഞാനാ അത് അയച്ചത്. അന്നെങ്കിലും അവൻ വന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു. വേണ്ട, നിന്റെ പുറകെ അവന്റെ വരവുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഏറ്റവും ഒടുവിൽ അവൻ കൊടുത്തയച്ച സമ്മാനപ്പൊതി തുറക്കുമ്പോ പ്രിയപ്പെട്ട അച്ഛന് എന്നെഴുതിയ ഒരു കടലാസത്തുണ്ട്. മുത്തച്ഛൻ തോറ്റുമോളെ, നിന്റെ അച്ഛൻ എന്നെ തോൽപ്പിച്ചു. എന്റെ സുഭദ്രയുടെ കണ്ണടയുന്നതിന് മുമ്പ് അവനിവിടെ വേണം. ഞാൻ വിളിക്കുവാനേ. നിനക്ക് കാണണോ അവൻ വരണത്?